ഹലോ, ഇത് ഇത്തിരി പഴയ കഥയാണേ. പഴയത് എന്ന് പറഞ്ഞാൽ ഒരു 8 മാസം പഴയത്. കൃത്യമായി പറഞ്ഞാൽ 2025 ഓഗസ്റ്റിൽ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ കാണുവാൻ പോയ കഥ. ഇവിടെ നിന്നുമാണ് നമ്മളുടെ കഥ ആരംഭിക്കുന്നത്. പതിവ് പോലെ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒത്തിരി ലേറ്റായി നമ്മൾ വീട്ടിൽ നിന്നും യാത്ര തുടങ്ങി. അങ്ങനെ അമ്മഞ്ചേരി കവല കടന്ന് കാരിത്താസ് മേൽപ്പാലവും പിന്നിട്ട് MC റോഡിലെത്തി. പിന്നെ പാറോളിക്കലിൽ നിന്നും തിരിഞ്ഞ് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴി നമ്മൾ നേരെ കിടങ്ങൂർ ലക്ഷ്യമാക്കി പാഞ്ഞു. കിടങ്ങൂരെത്തിയപ്പോൾ നമ്മളുടെ കൂടെ അനുമോളും ജിബിയും ഒക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ കിടങ്ങൂരിൽ നിന്നും നമ്മൾ ഇലവീഴ പൂഞ്ചിറ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. നമ്മുടെ യാത്ര അങ്ങനെ പാലാ ബൈപ്പാസിലെത്തി. ഞാൻ ആദ്യമായാണ് ഈ ഒരു ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നത്. നല്ല ആസ്വാദ്യകരമായ ഒരു ഡ്രൈവിംഗ് ആണ് ഈ പാലാ ബൈപ്പാസ് എനിക്ക് സമ്മാനിച്ചത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയാണേ. നമ്മുടെ വീഡിയോ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പള്ളിയുടെ പേര് മറന്നുപോയി. അപ്പോൾ ഈ പള്ളിയുടെ പേര് അറിയാവുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ അങ്ങനെ കുത്തനെയുള്ള കയറ്റം കയറി മേലുകാവ് ഗ്രാമപഞ്ചായത്തിലെ കനാൻനാട് ദേശത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മലങ്കര ഡാം വ്യൂ പോയിന്റും അതുപോലെ നമ്മളുടെ മുനിയറ ഗുഹയും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് മുനിയറ ഗുഹയും മലങ്കര ഡാം വ്യൂ പോയിന്റും ഒക്കെ കണ്ടിട്ടാകാം ഇലവീഴ പൂഞ്ചിറയിലോട്ടുള്ള ബാക്കി യാത്ര എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മുനിയറ ഗുഹയും മലങ്കര ഡാം വ്യൂ പോയിന്റും ഒക്കെ കാണുവാനായി പതിയെ പോവുകയാണ്. ഈ കാണുന്ന തോട് കടന്ന് ഏകദേശം 800 മീറ്ററോളം മല കയറിയാലാണ് നമുക്ക് മലങ്കര ഡാം വ്യൂ പോയിന്റും അതുപോലെ മുനിയറ ഗുഹയും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയുള്ള ഈ ഒരു തോടിൻ്റെ പരിസര പ്രദേശങ്ങൾ വളരെ മനോഹരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തോടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കുറച്ച് സമയം ചെലവഴിച്ച് ആ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മുനിയറ ഗുഹയും അതുപോലെ മലമ്പുഴ ഡാമിൻ്റെ വ്യൂ പോയിന്റും കാണുന്നതിന് വേണ്ടിയിട്ട് പതിയെ നടക്കുവാൻ തുടങ്ങി. ഈ കാണുന്ന റോഡിലൂടെ ഏകദേശം 800 മീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറി വേണം നമുക്ക് മുനിയറ ഗുഹയിലും അതുപോലെ മലങ്കര ഡാമിൻ്റെ വ്യൂ പോയിന്റിലുമൊക്കെ എത്തുവാൻ. അങ്ങനെ നമ്മൾ നടക്കുവാൻ തുടങ്ങി. നമ്മുടെ കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ വരുന്ന ആളുകൾ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ജീപ്പ് സർവീസ് ഉണ്ട്. അങ്ങനെ ജീപ്പ് വിളിച്ചാണ് ഈ ഒരു മുനിയറ ഗുഹ കാണുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് വരാറുള്ളത്. നമ്മൾ ആദ്യം തന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. വേറൊരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഈ ജീപ്പിലൊക്കെ കുലുങ്ങി പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നടന്ന് കയറി പോകുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെയുള്ള പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിച്ച് പതിയെ നടന്നു പോകുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നടക്കുന്ന വഴിക്ക് കണ്ടതാണ് ഇങ്ങനെ ഉറവയിൽ നിന്നും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച നല്ല മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. ഈ കാണുന്ന കുത്തനെയുള്ള ദുർഘടം പിടിച്ച വഴിയിലൂടെ ഇറങ്ങി താഴെ ചെന്ന് വേണം നമുക്ക് മുനിയറ ഗുഹയിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. നമ്മുടെ കുട്ടികളും നമ്മളോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഗുഹയുടെ എൻട്രൻസ്. ഇതിനകത്തൂടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകണം. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും ഉറവജലം വരുന്നത് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അങ്ങനെ ഗുഹയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയതും പുറത്ത് അതിശക്തമായ മഴയും കോടമഞ്ഞും. നമ്മൾ 13 പേരും ആകെ 3 കുടയും. അങ്ങനെ നമ്മൾ കുടയൊക്കെ ചൂടി വ്യൂ പോയിന്റിൽ നിൽക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ മഴയും കോടമഞ്ഞും ഒക്കെ കാരണം നമുക്ക് മലങ്കര ഡാമൊന്നും കാണുവാൻ സാധിച്ചില്ല. കുറേ സമയം കാത്തു നിന്നിട്ടും മഴ ശമിക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അവസാനം ഇങ്ങോട്ട് നടന്നു കയറിയ ഞങ്ങൾ ജീപ്പിൽ കയറിയാണ് താഴെ എത്തിയത്. അങ്ങനെ നമ്മൾ മുനിയറ ഗുഹയിൽ നിന്നും ഇറങ്ങി മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം താഴെ എത്തി. ഇവിടെ നിന്നും ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഊണുണ്ടായിരുന്നു. അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിലും എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെയും നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നും ജീപ്പ് പിടിച്ചാണ് നമ്മൾ പൂഞ്ചിറയുടെ മുകളിലേക്ക് പോയത്. നമ്മുടെ ജീപ്പ് 4 വീൽ ഡ്രൈവ് ഒന്നും അല്ല കേട്ടോ. ഈ വഴി പോകുന്നതിന് 2 വീൽ ഡ്രൈവ് ജീപ്പ് തന്നെ ധാരാളമാണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്.
ഇലവീഴ പൂഞ്ചിറയുടെ മുകളിലെത്തി നല്ല കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത്. എന്നാൽ ഈ ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ കാരണം നമ്മുടെ ഡ്രോൺ പറത്തലൊന്നും അത്ര സക്സസ് ആയില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം പതിയെ താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. അപ്പോളേ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണേ. കഥ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കഥകളുമായി വീണ്ടും കാണാം. താങ്ക്